ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ ഐറ്റം നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു വളരെ സന്തോഷം നൽകുന്ന ഒരു സാധനമാണിത്. ഒരു ദമ്പതികൾ അമേരിക്കയിൽ നിന്ന് വന്നാണ്. അവർ നമ്മളെ കാണാനായിട്ട് വീട് തപ്പിപ്പിടിച്ച് ഇവിടെ വന്നു. അവർ എനിക്കൊരു സമ്മാനം തന്നിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു സമ്മാനം കേട്ടോ. അപ്പോൾ ഐറ്റം തുടങ്ങുന്നതിന് മുമ്പ് ആ സമ്മാനം എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഒരു പക്ഷേ ഇത് അവിടുത്തെ ആയിരിക്കും എന്നെനിക്ക് തോന്നുന്നു കേട്ടോ. നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. അടിപൊളി പാക്കിംഗ് ഒക്കെ കേട്ടോ. ഇപ്പം നമ്മളെപ്പോലുള്ള പാചകക്കാർക്കെന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത് നല്ല നല്ല പാത്രങ്ങളൊക്കെ അല്ലേ? പല വീട്ടമ്മമാർക്കും അതിഷ്ടമാണ്. നമുക്ക് നോക്കാം ഈ പാത്രത്തിൻ്റെ ഒരു ഭംഗിയും കാര്യങ്ങളും ഇത് എന്തോത്രയൊക്കെ ഉപയോഗിക്കാം എന്ന് നമുക്കറിയത്തില്ല. ഏതായാലും നോക്കിയെങ്കിലേ അറിയത്തുള്ളൂ. ഇതതിൻ്റെ അടപ്പാന്ന് തോന്നുന്നു. വലിയൊരു പാത്രം കേട്ടോ. ടണ്ടടൻ അടിപൊളി പാത്രം കേട്ടോ. നല്ല കനം കേട്ടോ. എന്നാ സത്യത പറഞ്ഞാണല്ലോ, എന്ത് രസമായി പാത്രം അല്ലേ? നല്ല അടിപൊളി പാത്രം. അത്യാവശ്യം ബിരിയാണി വെക്കാനും ചിക്കൻ കറിക്കും മട്ടൻ കറിക്കും ഒക്കെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കാരണം നല്ല വീതി വിസ്താരമുള്ളൊരു നല്ല കനവുമുണ്ട്. നല്ലൊരു പാത്രം. ഏതായാലും നമ്മളുള്ള സ്നേഹം കൊണ്ട് തന്നതാണ്. ഞാൻ വളരെ ആദരവോടുകൂടി തന്നെ ഇത് സ്വീകരിക്കുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഫാമിലി ആയിരുന്നു കേട്ടോ. ഞങ്ങളെ ജില്ല തന്നെയാണ്, കോട്ടയം ജില്ലക്കാരാണ്. ഏതായാലും വളരെ നന്ദിയോട് കൂടി തന്നെ ഞാനിത് സ്വീകരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ഐറ്റം ഇന്നത്തെ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന നോയമ്പറപ്പിൻ്റെ രീതിക്കുള്ള ഐറ്റങ്ങളൊക്കെയാണ്. വളരെ സിമ്പിളായിട്ട് 2 ഐറ്റം പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കുക. അതിലോട്ട് കുറച്ച് മൈദ അങ്ങോട്ടിട്ട് കൊടുക്കുക. ഈ മൈദയ്ക്കകത്തോട്ട് വറുത്ത അരിപ്പൊടിയാണ്, അതൊരു 2 ടീസ്പൂൺ അളവിൽ അങ്ങോട്ടിട്ട് കൊടുക്കുക. ഇനി നമുക്ക് പഞ്ചസാരയാണ് ആവശ്യമുള്ളത്. ഒരു 1.5 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക. അടുത്തായിട്ട് വേണ്ടത് ചെറിയ ജീരകം, അതായത് നല്ല ജീരകം, ഒരു 1/2 ടീസ്പൂണ് നല്ല ജീരകം അങ്ങോട്ടിട്ട് കൊടുക്കുക. ഇനി കുറച്ച് എള്ള്, കറുത്ത എള്ള അങ്ങോട്ടിട്ട് കൊടുക്കുക. എള്ള് കുറച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ അളവ് മതി. മതി. നമുക്കിനി ഒരു നുള്ളു ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്യാം. പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെള്ളം കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ച് നമുക്ക് ഒന്ന് അയച്ചെടുക്കണം. ഇപ്പം തന്നെ പലർക്കും മനസ്സിലായി ഇത് എന്നാത്തിനാണ് ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, ഇച്ചിരി ഏത്തക്കാപ്പം ഉണ്ടാക്കാനായിട്ട് കേട്ടോ. ഇതേപോലെ നല്ല പോലെ ഇളക്കിയിട്ട് കട്ടയൊന്നും ഇല്ലാതെ ഇച്ചിരി ലൂസാക്കി എടുക്കണം. എന്നാൽ ഒരുപാട് ലൂസാകുകയും ചെയ്യട്ടില്ല. കിടന്ന് ഇതേപോലെ ഈ ഒരു രീതിക്ക് വേണം മാവ് അയച്ചെടുക്കാൻ. ഈ മാവ് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കും. അടുപ്പൊക്കെ സെറ്റപ്പ് ചെയ്യട്ടെ. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഏത്തക്കാപ്പം റെഡിയാക്കാം. അടുപ്പ് കത്തിച്ചതിന് ശേഷം ഒരു ചീനച്ചട്ടിയോ കടായോ എന്താണെന്ന് വെച്ചാൽ അടുപ്പിലിട്ട് വെച്ച് കൊടുക്കുക. നമ്മുടെ ഈ കടായം ചൂടായതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം ഞാൻ ഓയിലാണ് എടുക്കുന്നത്. ഒരു പക്ഷേ വെളിച്ചെണ്ണ വേണമെന്ന് ചെറുപ്പത്തുള്ളവർ വെളിച്ചെണ്ണ ഞാനും ഉപയോഗിക്കാം. ഇതേപോലെ ഏത്തക്കാപ്പം അല്ലെങ്കിൽ പഴംപൊരി ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കേട്ടോ. അല്ല, അറിയാൻ പറ്റാത്തൊരായിട്ടല്ല ആരും കരുതല്ലേ. കാര്യം ഞാൻ പിന്നെ നോയമ്പുറപ്പിലായതുകൊണ്ട് ഇത് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നല്ല പഴുത്തോ നോക്കി ഏത്തപ്പഴം എടുക്കുക. അത് ഇതേപോലെ 2ആയിട്ട് ഇങ്ങോട്ട് മുറിച്ച് നമുക്കറിയാമല്ലോ, ഏത്തക്കാപ്പം ഉണ്ടാക്കുമ്പോഴത്തേക്കും എണ്ണ നല്ല ചൂടായിരിക്കണം. ചെറിയ ചൂടിൽ ഏത്തക്കാപ്പം ഇടല്ലേ. അപ്പോൾ എണ്ണയൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നോരോന്ന് ഇതിനകത്തോട്ട് മുക്കി
ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ ചട്ടവും കൊണ്ട് തന്നെ ഒന്ന് അടത്തിയിട്ടായി ഈ ഒരു എപ്പം ഒന്ന് കുറച്ച് വെക്കാം. തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ മാവ് കലക്കുമ്പോൾ ആവശ്യത്തിന് മധുരം ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ. കാര്യം കുട്ടികളൊക്കെ ആകുമ്പോൾ ഇച്ചിരി മധുരം വേണം, അതനുസരിച്ച് വേണം പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ വാഴയ്ക്കാപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി അത് ഈ ബാക്കിയോടെ നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇടപ്പങ്ങ് നിർത്തിയാക്കും. എണ്ണ നല്ലപോലെ ഒന്ന് വാർത്തിട്ട് നമുക്ക് മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് വാഴയ്ക്കാപ്പം അല്ലെങ്കിൽ ഏത്തയ്ക്കാപ്പം എന്നൊക്കെ പറയുന്നത് അല്ലേ. ഒരു പക്ഷേ അറിയാൻ പേരുണ്ടെങ്കിൽ ഈ രീതി ചെയ്ത് നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് ഇത് കുറച്ച് പൂവമ്പഴമാണ്. അപ്പോൾ ആവശ്യത്തിലുള്ള പൂവമ്പഴം എടുത്ത് നമുക്കൊരു ഷേക്ക് ഉണ്ടാക്കി തരും അല്ല. ആദ്യം തന്നെ നമുക്കൊരു ജാറെടുത്തിട്ട് ആവശ്യമുള്ളത്ര പഴം അങ്ങോട്ട് അടത്തിയിട്ട്, പൂവമ്പഴമോ അല്ലെങ്കിൽ ഏത്തപ്പഴമോ ആയാലും മതി കേട്ടോ, നമുക്കിഷ്ടമുള്ള ചേർക്കാവുന്നതാണ്. ഒട്ടരിഞ്ഞ് ജാറിൻ്റെ അകത്തോട്ടിട്ടുക. ഞാനൊരു 4 പൂവപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാരയുടെ വേണം. മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനൊരു 3 ടീസ്പൂണ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒരല്പം വാനില എസൻസ് ഒരു 1/4 ടീസ്പൂൺ അളവിൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. ആദ്യം തന്നെ ഈ പഴം നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ, വെള്ളം ഒഴിക്കാൻ വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. ഇതുണ്ട്, നല്ലപോലെ അരച്ചിട്ടുണ്ട്. നമുക്കറിയാമല്ലോ ഷേക്കിനൊക്കെ എന്ന് പറഞ്ഞാൽ കട്ട പാലാണ് ആവശ്യമുള്ളത്. ഇനി ഇത് നമുക്ക് നേരെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ച് നല്ലപോലെ അരച്ചെടുക്കാം. നോക്കട്ടെ നല്ലപോലെ അരഞ്ഞു വന്നേ. തേട്ടെ പൂവമ്പഴം കൊണ്ടുള്ള നല്ല അടിപൊളി ഷേക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇട്ടെടുക്കട്ടെ, നല്ലപോലെ അരച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഗ്ലാസ്സിലോട്ട് കുറച്ച് ആവശ്യമൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നല്ല ചൂട് സമയമല്ലേ. ഇനി നമുക്ക് ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. കുറേശ്ശെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ അകത്തോട്ട് വാനില ഐസ്ക്രീം അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരല്പം കൂടെ മേളിലോട്ട് ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത്തിരി ബദാം അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ നോയമ്പറപ്പിനുള്ള ഐറ്റങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഷെയ്ക്കും ഏത്തയ്ക്കാപ്പവും. ഇതിപ്പം പല ആൾക്കാർക്കും അറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറിയാൻ വയ്യാത്ത ഐറ്റങ്ങളൊന്നുമല്ല. ഒരു പക്ഷേ അറിയാൻ പറ്റാത്ത ആൾക്കാരും ഉണ്ട്, അത് സത്യം ഒരു കാര്യം കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ ഒരു ആവശ്യം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഇപ്പോൾ ഇത്രയും ഐറ്റങ്ങളൊക്കെ ഒന്ന് കാണിച്ചത്. പിന്നെ വേറെ കാര്യമുണ്ട് കേട്ടോ, നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.
വേറെ വീഡിയോ നമുക്ക് പെട്ടെന്ന് വരാം. ബായ്.